നമ്മുടെ മലയാള സിനിമയിൽ കുറേ നടികൾ പുതുതായി കയറി വന്നിട്ടുണ്ട്. അതിൽ നന്നായി അഭിനയിക്കുന്ന നടികളുണ്ട്, നന്നായി അഭിനയിക്കാത്ത നടികളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം 2026 കുറേ നടികൾ കല്യാണം കഴിക്കാൻ പോവുക. ആ കല്യാണം കഴിക്കുന്ന നടികൾ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ? 2026 കല്യാണം നടക്കുന്ന നടികളാണ്. അപർണ ബാലമുരളി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ചെക്കനെ തീരുമാനിച്ചു, എല്ലാ കാര്യങ്ങളും. പിന്നെ അടുത്ത ആളാണ് നിഖില ശ്രീകുമാർ, അതുപോലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും കേട്ടാൽ ഞെട്ടുന്ന ഒരാളുണ്ട്. ആരാണ്? നമ്മുടെ ഉദ്ഘാടന റാണി മാത്രമല്ല, ഹണി റോസ് ഒരു നല്ല നടിയും കൂടി തന്നെയാണ്. അപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാണുമ്പോൾ ഒരു ആനച്ചന്തക്കുള്ള നടി തന്നെയാണ്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. 2026 നമുക്ക് ഹണി റോസിൻ്റെ കല്യാണം കൂടാം. അതുപോലെ തന്നെ അനുഷയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഒരാൾ ആരാണ്? നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകള് അഹാന കൃഷ്ണകുമാർ, അതും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ ദിലീപിൻ്റെ മകളും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ രഹസ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഈ കഥാനായകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരാൾ അത് വളരെ സസ്പെൻസായി വച്ചിരിക്കുന്നു. ആരോടും പറഞ്ഞിട്ടില്ല. എന്തായാലും കേസിൽ നിന്നൊക്കെ മാറി അതൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശാന്തമായി എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനുള്ള പരിപാടിയാണ്. ഇപ്പോഴും നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ ഈ ലിസ്റ്റ് വന്നിട്ടില്ല കേട്ടാ. 2026 മോഹൻലാലിൻ്റെ മകൾ കല്യാണം കഴിക്കില്ല, മകനും കല്യാണം കഴിക്കുന്നു തോന്നില്ല. പിന്നെ അടുത്തത് സിനിമയിൽ നിന്നൊക്കെ ചാൻസൊക്കെ നഷ്ടപ്പെട്ട് ഒരു ചാൻസും ഇല്ലാണ്ടിരിക്കുന്ന കുറേ നടികൾ, പുതിയ നടികൾ വന്നോട് കൂടിയിട്ട് ഉള്ള ചാൻസൊക്കെ പോയുള്ളൊരു നടിയാണ് നമിത പ്രമോദും കല്യാണം കഴിക്കാൻ പോകണം. നല്ല കാര്യം. എല്ലാവർക്കും കല്യാണം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നമ്മളും ആശംസിക്കുന്നു. റിട്ടയർമെൻ്റ് ആയിന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പെട്ടെന്നൊരു തിരിച്ചു വരവ് ചിലപ്പോൾ ആർക്കും ഉണ്ടായെന്ന് വരില്ല. എന്തായാലും നടക്കട്ടെ, നല്ല കാര്യം.